ആ സമയത്ത് അവളുടെ ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ട് മെർലിൻ പോയി ഡോർ തുറന്ന് നോക്കിയതും അത് മരിച്ചുപോയ ക്രൂവിന്റെ ആത്മാവായിരുന്നു. ഉടനെ ക്രൂ ഫ്ലൈറ്റിൽ നടന്ന കാര്യം അവളോട് പറയാണ്. ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ടർബുലൻസ് ഉണ്ടായി. കൂടാതെ ആർക്കും ശ്വസിക്കാനും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറും ലോ ആയി. ഇതും പറഞ്ഞ് പ്രേത ക്രൂ റൂമിനുള്ളിലേക്ക് കയറുന്നു. അപ്പൊ പുറത്തിറങ്ങിയ മെർലിന്റെ തലയുടെ മുകളിൽ കൂടി ഒരു ഫ്ലൈറ്റ് വന്ന് അവളുടെ ഫ്രണ്ടിൽ തന്നെ ക്രാഷ് ആകുന്നു. അപ്പോഴേക്കും പാസഞ്ചേഴ്സ് എല്ലാം തണുത്ത് വിറച്ച് മരിച്ചിരുന്നു. അങ്ങനെ അവരുടെ ആത്മാവ് പുറത്തേക്ക് വന്നതിൽ പലർക്കും അവര് മരിച്ചെന്ന് കൂടി അറിയില്ലായിരുന്നു. നോക്കുമ്പോൾ ഒരു കൂട്ടം മരിച്ച ആൾക്കാർ പ്രേതമായിട്ട് മെർലിന്റെ അടുത്തേക്ക് വരികയാണ്. ഉടനെ മെർലിൻ ആ ക്രാഷ് നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവൾക്ക് മാത്രമേ ആ ആത്മാക്കളെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഭയങ്കര വിഷമം വന്ന് കരയാണ്. എന്നിട്ട് അവൾ നേരെ ക്രൂവിന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. അവരെപ്പോഴും പ്ലെയിൻ എന്താ സംഭവിച്ചെന്നും പ്ലെയിൻ എങ്ങനെ ക്രാഷ് ആയെന്നും കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. ഫ്ലൈറ്റ് ക്രാഷ് ആയ സ്ഥലത്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് മെർലിൻ ഒരു ഓഫീസറിന്റെ അടുത്ത് ചെന്നിട്ട് അവൾക്ക് ഗോസ്റ്റിനെ കാണാൻ പറ്റുമെന്നും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഈ ക്രാഷ് തടയാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇൻവെസ്റ്റിഗേറ്റർ അതൊന്നും വിശ്വസിച്ചില്ല. ബാക്കി കാണാൻ പാർട്ട് 4 എന്ന് കമന്റ് ചെയ്യൂ.